ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ ഉപ്പാൻ്റെ ഒരു അടിപൊളി ബീഫ് കൊണ്ടുള്ള ദം ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടോക്കാം. കാക്കോ എന്താ പരിപാടി? ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ നമ്മൾ വെള്ളിയാഴ്ച പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ബിരിയാണി സെറ്റ് ചെയ്യലുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. അപ്പോൾ ആ വെള്ളിയാഴ്ചക്കത്തെ പരിപാടി ഇന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് കാണിച്ചു കൊടുക്കാൻ പോവാണ്. അതിന്ന് കുക്ക് ചെയ്യണത് ഇപ്പയാണ്. അതും നമ്മളെ എന്താ പറയുക കാറ്ററിംഗ് സർവീസിൻ്റെ അതേപോലെ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഷെഡിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അത് ചെയ്യണ ഇപ്പയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിന്ന് ബിരിയാണി വെക്കാൻ പോകണല്ലേ. അപ്പോൾ ഈ ബിരിയാണിക്ക് നമ്മൾ എന്തൊക്കെ സാധനമാണ് എടുക്കണമെന്ന് നമ്മളെ ചാനലിന് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഒന്ന് പറഞ്ഞാൽ ഒന്ന് പരിചയപ്പെടുത്തിക്കാൻ. ഉള്ളി, വലിയ ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, ഇത് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ബീഫ് മസാല, തക്കാളി, പിന്നെ ക്യാരറ്റ്, ചെറുനാരങ്ങ, മല്ലിച്ചപ്പ്, പുതിന, തൈര്, പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിക്കുള്ള മസാലയൊക്കെ സെറ്റ് ചെയ്ത ശേഷം സൺഫ്ലവർ ഓയിലുണ്ട്, പിന്നെ RKG, അത്രയേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് അത് വെച്ച് തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മൾ ബീഫ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോണത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 4 ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കലാണ്. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ പൊരിച്ചെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അരി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 കിലോ അരി ഉണ്ടാവുകൊണ്ട് തന്നെ കുറച്ച് വലിയ ചെമ്പ് ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമ്മൾ മസാല തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ്. അതിനായി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ. ഉള്ളി നന്നായിട്ട് വാടുമ്പോഴാണ് നമ്മളെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അധികം പേസ്റ്റ് ആക്കിയിട്ടില്ല. പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പൊടിച്ച് വെച്ച ഗരം മസാല ഇട്ട് കൊടുക്കലാണ്. ഗരം മസാല അധികമായി പോകരുത് കേട്ടോ. അധികമായി പോയി കഴിഞ്ഞാൽ മസാലക്കൊരു കുത്തൽ വരും. ഇനി നമ്മളിതിലേക്ക് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത്. കുരു പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹോളുള്ളൊരു കൈയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് ബീഫ് മസാല, തൈര്, മല്ലിച്ചപ്പ്, പുതിന. ഇത് 3 ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക.
ഇനിയിപ്പോൾ അതാ നമ്മളെ ബീഫും മസാലയും ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ നമ്മൾ കുറച്ച് നേരം അടുപ്പത്ത് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടിയുണ്ട്, അതും കൂടി ഒന്ന് വറ്റി കിട്ടണം. ഇനി നമ്മൾ അരി വേവിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ദാ നമ്മുടെ അരി നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ദാ നമ്മളെ ബീഫ് വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചോറും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് ഊറ്റിയിട്ട് ബീഫിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇനി നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല, സൺഫ്ലവർ ഓയിൽ, അതുപോലെ നേരത്തെ പൊരിച്ചു വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കലാണ്. അതുപോലെ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പുറത്തേക്ക് ആവി വരാത്ത രീതിയിൽ നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല കനൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ ബിരിയാണി ഇവിടെ ദമ്മായി സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മളെ ചോറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ചെമ്പിലേക്ക് ചോറ് മാറ്റിയിടുകയാണ്. ഇപ്പോൾ ഇതാ നമ്മളെ ബീഫിൽ നിന്ന് വെള്ളമൊക്കെ കീറി ചോറ് സെറ്റായി വന്നിട്ടുണ്ട്. ചോറും അതുപോലെ ബീഫും വേറെ വേറെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ ബിരിയാണിയിൽ നിന്ന് നല്ല അടിപൊളി സ്മെല്ലാട്ടോ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്. ഇപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുപോലെ നമ്മൾ ഒരുമിച്ചിട്ട് ഉണ്ടാക്കി ഒരുമിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയുള്ള കാര്യമല്ലേ. എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.